ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ ദൃശ്യം 3 ഇന്ന് തിയേറ്ററുകളിലേക്ക് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. മലയാളത്തിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ കാണെങ്കിൽ ഒരു മോഹൻലാൽ സിനിമ വരണമെന്നുള്ളത്. അതെ, സിനിമയ്ക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിലും സിനിമയുടെ കളക്ഷനോ ബുക്കിങ്ങോ ഒക്കെ നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാകുകയാണ്, അത് മോഹൻലാൽ പവർ തന്നെയാണ്. എന്താണേലും കനത്ത ഡീഗ്രേഡിങ്ങിന് ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും മികച്ച സിനിമയെ താഴ്ത്താൻ കഴിയില്ല എന്നുള്ള ഉറപ്പോടെ നാളത്തെ കളക്ഷൻ 5 കോടി കടന്നിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ എന്നുള്ളതാണ്. പ്രീസെയിൽ കളക്ഷനാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നമുക്ക് അപ്ഡേറ്റുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, പ്രീസെയിലൂടെ ആദ്യ ദിനം 48 കോടി നേടിയ ചിത്രം ആദ്യ വാരം 48 കോടി നേടിയ ചിത്രം ആദ്യ ദിനം 35 കോടിക്ക് മുകളിലായിരുന്നു. എന്തായാലും വേൾഡ് വൈഡായിട്ട് 50 കോടിക്ക് മുകളിൽ ഉറപ്പിച്ചു എന്നുള്ളതാണ് ആദ്യ ദിനത്തെ പ്രത്യേകത. ഷോ കൗണ്ടുകൾ കുറവാണ്. ഷോ കൗണ്ടുകൾ കൂടുതലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആദ്യ ദിനം തന്നെ 100 കോടി ഈ സിനിമ അടിച്ചേനും. അത്രത്തോളം പൊട്ടൻഷ്യലായിട്ടാണ് സിനിമ നിൽക്കുന്നത്. 87% മുകളിലാണ് തിയേറ്റർ ഓക്യുപ്പൻസി. വൈകുന്നേരം 7 മണി വരെ കാണുന്നത്. അപ്പോൾ 10 മണിയാകുമ്പോഴത്തേക്ക് 95% വരെ എത്താനുള്ള ചാൻസുകളുമാണ്. മണിക്കൂറിൽ 40,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. പല മണിക്കൂറിലും ഇപ്പോൾ ആവറേജ് 35 കെ അല്ലെങ്കിൽ 35,000 ടിക്കറ്റുകൾ വിറ്റുപോകുന്നു ബുക്ക് മൈ ഷോയിലൂടെ എന്നുള്ളതാണ്. ആദ്യ 4 ദിവസങ്ങളിൽ ടിക്കറ്റ് കിട്ടാൻ ഒരു രക്ഷയുമില്ല. അത്രത്തോളം ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ആദ്യ 4 ദിനം കൊണ്ട് സിനിമ ഒരു പക്ഷേ 150-200 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിക്കുക തന്നെയാണ്. ആദ്യ 2 ദിനം കൊണ്ട് തന്നെ സിനിമ 100 കോടി കടക്കുമെന്നുള്ളതും ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്യുന്നു. ആദ്യ ദിനത്തെ കളക്ഷൻ ഇതുവരെ നമ്മൾ കണ്ട ആ ഒരു കളക്ഷൻ്റെ മുകളിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പിക്കപ്പെടുക തന്നെയാണ്. ഒരുപക്ഷെ ലിയോ തീർത്ത ചരിത്രം ഇവിടെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒന്നാം ദിനം ആളിക്കത്തിക്കാൻ പോകുന്ന ഈ ഒരു സിനിമ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, വേറെ ഒന്നുമല്ല, മോഹൻലാലിൻ്റെ പവർ എന്താണ് ദൃശ്യം പോലെയുള്ള ഒരു സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കുഞ്ഞൻ സിനിമയായിട്ട് തന്നെ വരുമ്പോഴും മോഹൻലാൽ എന്നുള്ള ആ ഒരൊറ്റ മനുഷ്യൻ്റെ പേരിൽ സിനിമ ആളിക്കത്തുന്നത് കാണണമെങ്കിൽ അത് ഇന്ത്യൻ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ദൃശ്യം അതിഗംഭീരമായിരിക്കുന്നു. ദൃശ്യം 3 മൂന്നാം ഫ്രാഞ്ചൈസിയിലേക്ക് എത്തുമ്പോൾ അതിഗംഭീരമെന്ന് തന്നെ പറയാം. അങ്ങനെ പിറന്നാൾ ദിനത്തിൽ